ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഇന്ന് വളരെ രസകരമായൊരു ആൻറ്റിക് സാധനങ്ങൾ കൊള്ളയടിക്കുന്ന ഒരു കൊള്ളക്കാരൻ്റെ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പഴക്കമുള്ള സാധനങ്ങൾക്ക് ഒരുപാട് വിലയാണല്ലോ. ഇത് തേടി കണ്ടുപിടിച്ച് കൊള്ളയടിക്കുന്ന ഒരു വിരുദ്ധൻ. ഈ വിരുദ്ധനെ വെച്ച് വലിയൊരു കൊള്ള നേതാവ് ഒരു പ്രത്യേക ആൻറ്റിക് സാധനം സിറ്റിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്യുന്നു. അവന് വേണ്ടി അരക്കിറുക്കുള്ള ഒരു ടീമും കൂടിയുണ്ട്. അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. പൊന്നെ, നമുക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടും. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2020 റിലീസ് ചെയ്ത കളക്ടേഴ്സ് എന്ന മൂവിയാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗ്രേവ് റോബറിക്കാരൻ, കുഴിമാടം കൊള്ളയടിക്കുന്ന ഒരു കൊള്ളക്കാരൻ, കൊറിയയിലും ഈജിപ്തിലെ പോലെ തന്നെ പഴയ രാജാക്കന്മാരുടെയും ഗ്രാമത്തലവന്മാരുടെയും കുഴിമാടത്തിൽ വിലപിടിച്ച സാധനങ്ങളും ചേർത്ത് കുഴിച്ചു മൂടും. അങ്ങനെയുള്ള ഒരു കുഴിമാടം കണ്ടുപിടിച്ച് എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കൊള്ളക്കാരൻ. ഇങ്ങേര് നോക്കുമ്പോൾ ആ കുഴിമാടം ഓൾറെഡി ആരോ മാന്തി പൊളിച്ച് പറിച്ച് മണ്ണൊക്കെ ഇളക്കി വെച്ചിരിക്കുക. ചേടാ, ഞാൻ ലേറ്റായി പോയല്ലോ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ വലിയ നീളത്തിലുള്ളൊരു കമ്പി മണ്ണിലേക്ക് കുത്തിയിറക്കി ഒരു ഹോൾ ഉണ്ടാക്കും. അകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഹോൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അകത്തു നിന്നൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ. ഈ കുഴിമാടത്തിനകത്ത് നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ. ഞെട്ടിപ്പോയ കൊള്ളക്കാരൻ കുഴിമാടം മാന്താൻ തുടങ്ങി. അവിടെ നിന്ന് സ്ക്രീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു ബുദ്ധക്ഷേത്രം. അവിടെ 2 ബുദ്ധഭിക്ഷുക്കൾ വെളുപ്പിനെ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നടന്നു വരുമ്പോൾ ഒരാൾ പതിവില്ലാതെ പുലർകാല തന്നെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നു. ഇവർ ചെന്ന്, സഹോദര, ഇത്രയും നേരത്തെ എന്തിനാ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ആരാ നിങ്ങളോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ആ പാവം ചെറുപ്പക്കാരൻ പറയും, ഇവിടെ കൊള്ളക്കാരൊക്കെ ചുറ്റി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ ഗോപുരത്തിനൊരു കാവലായിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് രാത്രി കഴിച്ചു കൂട്ടാന്ന് വിചാരിച്ചു. ഇത് കേട്ട ബാക്കിയുള്ള സന്യാസിമാർക്ക് സന്തോഷമായിട്ട്, ഇത്രയും ആത്മാർത്ഥതയുള്ള പുതിയ സന്യാസി ചെറുക്കനോ? മോൻ പേടിക്കണ്ട, ഞങ്ങൾ ചെന്ന് കഴിച്ചിട്ട് വരാം, ചായ കുടിച്ചിട്ട് വരാം, അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ കാവൽ നിന്നോളാം, മോൻ ആശ്രമത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഇവർ ചായ കുടിക്കാൻ പോകുന്നു. പോണ വഴിക്ക് ഇവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഈ സന്യാസി പയ്യനെ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, പുതുതായിട്ട് വന്നായിരിക്കും. ഇവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് സന്യാസിയുടെ യഥാർത്ഥ രൂപം മനസ്സിലാവുന്നത്. അവൻ തൊപ്പിയൊക്കെ ഊരി ഏതോ കാര്യപരിപാടിക്ക് തയ്യാറായി. അടുത്ത സീൻ, പിറ്റേന്ന് രാവിലെ ഒരു പോലീസുകാരൻ വന്ന് ആ വലിയ ഗോപുരത്തിന്റെ അടിയിൽ നിന്ന് ഒരു ചോക്കോപ്പൈ മുട്ടായിന്റെ കടലാസാണ് എടുക്കുക. വീണ്ടും ഇത് അവൻ തന്നെയാണെന്ന് പോലീസുകാരൻ പറയും. ഈ കൊള്ളക്കാരന്റെ സ്ഥിരം പരിപാടിയാണ് ചോക്കോപ്പൈന്റെ കവറ് തിന്നിട്ട് അവിടെ ഇട്ടിട്ട് പോവാന്നുള്ളത്. സംഭവം, ആ ഗോപുരത്തിനെ ലേശീശ ചരിച്ചു വെച്ചിട്ട് അവൻ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ബുദ്ധവിഗ്രഹം അടിച്ചുകൊണ്ട് പോയി. പോലീസുകാരൻ ഈ സന്യാസിമാരോട് ചോദിക്കും, ആളെ നിങ്ങൾ കണ്ടു എന്നല്ല പറഞ്ഞ്, ആൾ എങ്ങനെയായിരുന്നു? അവർ പറയും, സുന്ദരനാണ്, ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അവൻ കൊള്ള നടത്താൻ വന്നവനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കാതെ പോയി, തെറ്റുപറ്റിപ്പോയി. മൂത്ത സന്യാസി വിഷമത്തോടെ പറയാണ്, 1000 വർഷങ്ങളായിട്ട് ഞങ്ങൾ കാത്തുപോകുന്ന ബുദ്ധവിഗ്രഹമാണ്, എത്രയും പെട്ടെന്ന് ആ പഹയനെ പിടിച്ചുകൊണ്ടുവരണേ. TV-യിലൊക്കെ ന്യൂസ് ഓടുന്നുണ്ട്, ഒരുപാട് വിലപിടിപ്പുള്ള ബുദ്ധവിഗ്രഹമാണത്. നമ്മുടെ ചെക്കനാണെങ്കിൽ കഞ്ഞിയും കുടിച്ച് ആ ന്യൂസും കേട്ട് ഹായായിട്ട് ഒരു പ്ലാസ്റ്റിക് ബാഗിൽ സാധാരണ മീൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഈ വിഗ്രഹം എടുത്തുകൊണ്ട് പോവാണ്. ഈ നേരത്ത് ആൻറ്റിക് കളക്ഷനൊക്കെ വിൽക്കുന്ന ഒരു ഫ്രോഡ് കച്ചവടക്കാരൻ, അയാൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം 2 അമ്മച്ചിമാർക്ക് പറ്റിച്ച് വിൽക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പറ്റിച്ച് ചൂട് പിടിച്ചതിൻ്റെ വില പറയാൻ നേരം എത്രയാണെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോഴേക്കും ഹീറോ ദൂരെ നിന്ന് 40 രൂപയ്ക്ക് ചന്തയിൽ നിന്ന് വാങ്ങിച്ചാണെന്ന് പറയും. എന്നിട്ട് അവൻ നേരെ വന്ന് ഈ സാധനം എടുത്ത് താഴെ പൊട്ടിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന മാർക്കറ്റിൻ്റെ പേരും കാണിച്ചു കൊടുക്കും. പെണ്ണുങ്ങൾ ഈ പറ്റിപ്പുകാരനെ ചീത്തയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇവൻ അത് വിട്ടേക്കൂ, ഞാനൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിൻ്റെ വില നിങ്ങൾ പറയുമെന്നും പറഞ്ഞ് ആ ബുദ്ധ വിഗ്രഹം കാണിച്ചു കൊടുക്കും. വളരെ സ്പെഷ്യലാണ്, മുഴുവൻ സ്വർണം കൊണ്ടുണ്ടാക്കിയതാന്ന് തോന്നുന്നു. ഈ ആൻറ്റിക്കാരന് ഇഷ്ടപ്പെട്ടിട്ട്, നീ ആയതുകൊണ്ട് ഞാൻ മാർക്കറ്റിനെക്കാട്ടിലും കൂടുതൽ പണം തരാം, നമ്മൾ തമ്മിലുള്ള ഒരു സൗഹൃദം വെച്ച് സന്തോഷിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ കുറച്ച് പണമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷെ ഹീറോ തയ്യാറല്ല. വീണ്ടും പണം വയ്ക്കും, ഹീറോ തയ്യാറല്ല. അവനൊരു 100 രൂപ എടുത്ത് ഇയാൾക്ക് കൊടുത്തിട്ട് കുറച്ചുകൂടി നല്ല പോട്ടിൽ 2 വാങ്ങിച്ച് വിൽക്ക്, നിങ്ങൾക്കിത് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത ആൻറ്റിക്കാരനെ കാണുന്നുണ്ട്. എല്ലാവരും വില പറയുന്നു 40, 50. അവരെ നാട്ടിലെ മണിയാണ്. പക്ഷെ ഒന്നിനും ഹീറോ വഴങ്ങുന്നില്ല. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ ഒരു ബഡാ ഗുണ്ടാ ബിസിനസ്സുകാരൻ, അയാൾക്ക് വേണ്ടി ഒരു ഡോക്ടർ പ്രത്യേകമായൊരു വോൾട്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയും, ഈ വോൾട്ടിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും വന്നാൽ തന്നെ ആദ്യമേ പുള്ളിക്ക് മൊബൈലിൽ മെസ്സേജ് കിട്ടും. അതാണ് അതിന്റെ സെക്യൂരിറ്റി സിസ്റ്റം. അത് കഴിഞ്ഞ് ഫിംഗർ പ്രിന്റ് വയ്ക്കണം, 5 വിരലിലെയും ഫിംഗർ പ്രിന്റ്, കണ്ണിനകത്തുള്ള എന്തോ ഒരു പ്രിന്റ്. അത് കഴിഞ്ഞ് ഇയാളുടെ കയ്യിലുള്ള സ്പെഷ്യൽ ചാവി, അതിട്ട് തുറന്നാൽ മാത്രമേ ഈ വോൾട്ട് തുറക്കുള്ളൂ. ആ വോൾട്ടിനകത്ത് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും. ചുറ്റും പ്രത്യേക
കോൺക്രീറ്റുള്ള തിക്ക് വാൾസ് ആണ്. പൊട്ടിച്ചൊന്നും കയറാൻ പറ്റില്ല. പഴയകാല പുരാതന ജോസിയോൺ ഡിനാസ്റ്റിയിൽ റോയൽ കല്ലറകൾ എങ്ങനെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെയാണ് ഇതിൻ്റെ ചുവരുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഡോക്ടർ പറയും, സാർ നിങ്ങൾക്ക് മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അപ്പം ഈ തലവൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ താനല്ലേ ഈ വോൾട്ട് ഉണ്ടാക്കിയത്, തനിക്ക് പ്രവേശിക്കാൻ പറ്റില്ലേ? ഉടനെ ഡോക്ടർ പരിങ്ങിയിട്ട്, സാർ ഞാനാണ് ഉണ്ടാക്കിയത്, പക്ഷെ അതിൻ്റെ എല്ലാ ഡാറ്റകളും നിങ്ങളെ ബേസ് ചെയ്താണല്ലോ ഉള്ളത്. പുള്ളിക്കാരൻ ഞാൻ തമാശ പറഞ്ഞാന്നും പറഞ്ഞിട്ട് മാറിപ്പോകും. അത് കഴിഞ്ഞ് അയാളുടെ ഓഫീസിൽ നിന്ന് തിരിച്ചു പോകാൻ നേരം പുള്ളിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ആ ലേഡി സുന്ദരിയോട് പറയും, നമ്മുടെ സാധനങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ഈ വോൾട്ടിലേക്ക് മൂവ് ചെയ്യണം. അതേപോലെ ഹൊറിയോൺ ടെമ്പിളിൽ നിന്ന് ഒരു ബുദ്ധ പ്രതിമ ഏതോ ഒരുത്തൻ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അവൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഈ വോൾട്ട് തുറക്കാൻ എനിക്ക് മാത്രമേ കഴിയാൻ പാടൂ, ഞാൻ മാത്രമേ ബാക്കി ഉണ്ടാവാൻ പാടൂ. അവള് മനസ്സിലായി സാർ എന്ന് പറയും. സംഭവം താജ്മഹൽ പണിത ആളുടെ കൈവെട്ടിയ പോലെ തന്നെ ഈ തലവന് ഒരു ഗുണ്ടാ ഗ്യാങ് ഉണ്ട്. ആ ഗുണ്ടാ ഗ്യാങ്ങിന് ഒരു ലീഡറുണ്ട്. ആ ലീഡർ ആൾക്കാരെ കൊല്ലുന്ന എങ്ങനെയെന്ന് വെച്ചാൽ മീൻ ചൂണ്ടക്കുളത്ത് അവരോട് വിഴുങ്ങാൻ പറഞ്ഞിട്ട് അവരെ തള്ളി വെള്ളത്തിലേക്കിടും. എന്നിട്ട് ഈ ചൂണ്ടക്കുളത്ത് വലിച്ചു മുറുക്കി അതൊക്കെ പൊട്ടിച്ച് അവരെ രസിച്ച് വെള്ളത്തിൽ മുക്കി അവരെ കൊന്നുകളയും. അതാണ് അവൻ്റെ എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ പുള്ളിക്കാരൻ വോൾട്ട് ഉണ്ടാക്കിയ ഡോക്ടറുടെ പണി തീർക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ സെക്രട്ടറി പെണ്ണിൻ്റെ കോള് വരുന്നുണ്ട്. എൻ്റെ ജോലി കഴിഞ്ഞു മാഡം, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തലവൻ, മിസ്റ്റർ ജിൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വേഗം വരണമെന്ന് പറയും. ആ ലീഡർ ഉടനെ അവിടെ നിന്ന് പുറപ്പെടുന്നു. ഈ ലീഡർ ജോലി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ദൂരെ അവനെ കാണാതെ സെക്രട്ടറി ലേഡിയും അവളുടെ ഒരു കൂട്ടുകാരനും നിൽപ്പുണ്ടാവും. പിറ്റേന്ന് ഹീറോ പ്ലാസ്റ്റിക് ബാഗും തൂക്കി അടുത്ത ആന്റി കളക്ഷൻ ഷോപ്പ് നോക്കി നടക്കവേ 3-4 ഗുണ്ടകൾ, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു 5-6 ഗുണ്ടകൾ ഇവനെ ചുറ്റും കൂടി ബ്ലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഹീറോയ്ക്ക് കാര്യം പിടികിട്ടി. പഴം വേണമെങ്കിൽ നിങ്ങൾ മരത്തിൽ കയറി പറിക്കണം, അല്ലാതെ മരം വെട്ടിക്കളയാമെന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് റേറ്റ് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഇവർ കത്തി കാണിക്കുന്നു. ശരി, എന്നാൽ പിന്നെ നിങ്ങൾക്ക് മുകളിൽ ഏതോ ഒരുത്തനുണ്ട്, അവനെ ചെന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഹീറോ ഈ ഗുണ്ടകളെ കൂടെ വരുമ്പോൾ ചെന്ന് കാണുന്നത് നമ്മുടെ ലീഡറെയാണ്. ലീഡർ ഈ ബുദ്ധ പ്രതിമ നിനക്ക് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പം ലീഡർ, നീ എവിടുന്നെങ്കിലും വാങ്ങിച്ചോ, കട്ടെടുത്തോ, അതൊന്നും ഇപ്പം എനിക്കറിയണ്ട. ആ പ്രതിമയ്ക്ക് നീ എന്ത് വില പറയുന്നു? ഉടനെ ഹീറോ ആ പ്രതിമയെടുത്ത് മോന്തയോട് ചേർത്ത് വെച്ചിട്ട്, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കപ്പിൾസാണ്, പിരിയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയും. അപ്പം ലീഡർ, കപ്പിൾസിനെ പിരിക്കാൻ ഒരാളെ കൊന്നാൽ മതിയല്ലോ, മറ്റാൾ വേർപെട്ടില്ലേ, ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പം ഹീറോ, അങ്ങനെ ചെയ്യുന്ന ബുദ്ധിയല്ല, അതിലൊരു രസമില്ല, വേണമെങ്കിൽ ഒരു ഡിവോഴ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാം, അതല്ലേ നല്ലത്. അപ്പം നിനക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്, ഇനി ഡീല് സംസാരിക്കാമെന്ന രീതിയിൽ ലീഡർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോ ചൂട് ചായ എടുത്ത് അവൻ്റെ മോന്തയ്ക്ക് ഒഴിച്ചിട്ട് ഒരൊറ്റ ഓട്ടാണ് അയാളുടെ ഓഫീസിൽ നിന്ന്. ഓടുന്ന വഴിയെ ഒരു പെണ്ണിനെ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ടൗണിൽ ഇറങ്ങി ഓട്ടാണ്. 10-15 ഗുണ്ടകൾ പുറകെ ഓടി ചെല്ലുന്നുണ്ട് പിടിക്കാൻ വേണ്ടി. ഇവരെ ഓട്ടവും ബഹളവും നമ്മുടെ പോലീസുകാരൻ കാണും. ഹീറോ ഓടി രക്ഷപ്പെടാൻ നോക്കി, പക്ഷെ ഇവന്മാർ ചുറ്റും ബ്ലോക്ക് ചെയ്തു. മോന്തപുള്ളി ലീഡർ വെറുതെ വിട്ടൂല്ല, ആ പാക്കറ്റും വാങ്ങിച്ചിട്ട് പൊരിഞ്ഞ തല്ലും കൊടുക്കും. താഴത്തിട്ട് ചവിട്ടുമ്പോഴാണ് നമ്മുടെ പോലീസുകാരൻ വരുന്നത്. എന്താടാ ഇവിടെ വഴക്കെന്ന് ചോദിച്ചിട്ട്. അപ്പം ഹീറോ എഴുന്നേറ്റ് കരഞ്ഞിട്ട്, സാർ ഇവന്മാർ വെറുതെ എന്നോട് വഴക്കുണ്ടാക്കി, ഞാൻ ചൈനക്കാരനെ കളിയാക്കാണെന്നും പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ബാഗ് തട്ടിപ്പറിക്കുകയും ചെയ്തു. ഞാനൊരു പാവപ്പെട്ട തൊഴിലാളിയാണ് സാർ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ബൊമ്മ വാങ്ങിച്ചുകൊണ്ട് പോയതാണ്, അതിനെ അവന്മാർ തട്ടിപ്പറിച്ചെന്നെ തല്ലുന്നു. ഉടനെ പോലീസുകാരൻ, ആ കവറിങ് താടാ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ലീഡറുടെ കയ്യിൽ നിന്ന് ആ കവർ തട്ടിപ്പറിച്ച് വാങ്ങി നോക്കുമ്പോൾ ശരിക്കും മാർക്കറ്റിൽ നിന്ന് 100 രൂപ കൊടുത്ത് വാങ്ങിച്ചതുപോലത്തെ ഒരു പ്രതിമ. ഒറിജിനൽ കാണാനല്ല. ഹീറോ പറയും, ഞാൻ പറഞ്ഞല്ലേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണെന്ന്, എന്നിട്ട് എന്താ നിങ്ങൾ വിശ്വസിക്കാത്ത? ഇനി ആ മാർക്കറ്റിന്റെ പേര് അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുന്നും പറഞ്ഞ് ഹീറോ അവന്റെ കാർഡും കൊടുത്തിട്ട് പോലീസുകാരനോട്, ഈ പ്രതിമ ഞാൻ നിങ്ങൾക്ക് തരുന്നു സാർ, ഈ പ്രതിമയുടെയും നിങ്ങളുടെയും മുഖം ഒരുപോലെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവും. അപ്പോൾ ഒറിജിനൽ പ്രതിമയോ അതൊരു ചുന്ദരി പെണ്ണിന്റെ, ചെറിയ പെണ്ണിന്റെ കയ്യിലാണ്. സംഭവം ഹീറോ ഓടുന്ന വഴിക്ക് ഒരു പെൺകുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചില്ലേ, അവളുടെ കയ്യിലേക്ക് ഈ പ്രതിമയെ കൊടുത്ത് അവൻ മറ്റൊരു പ്രതിമ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കുകയായിരുന്നു. ആ പെൺകുട്ടി മറ്റാരുമല്ല, ഇവന്റെ അനിയത്തിയും പിന്നെ നമ്മൾ ആദ്യം കണ്ട ഗ്രേവ് റോബറിക്കാരനല്ലേ, അയാൾ ഇവന്റെ അച്ഛനുമാണ്. ഇവളാണെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന പെണ്ണ. ടെക്നിക്കലായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവർക്ക് കൊള്ള നടത്താൻ സപ്പോർട്ട് ചെയ്യും. മെഡിക്കി കുട്ടി. ഹീറോയ്ക്ക് അവൻ പ്രതീക്ഷിച്ചതുപോലെ കോള് വരുന്നുണ്ട്. നമ്മുടെ ലീഡർക്ക് അവനെ മീറ്റ് ചെയ്യണം. ഇപ്രാവശ്യത്തെ മീറ്റിംഗ് വലിയൊരു ലക്ഷറി കപ്പലിൽ വെച്ചിട്ടാണ്. ഹീറോ സ്റ്റൈലായിട്ട് അങ്ങോട്ട് ചെല്ലുന്ന ഒരു ബാഗുണ്ട് കയ്യിൽ. ബാഗിനകത്താണ് ബുദ്ധപ്രതിമ എന്നവൻ പറയും. വിൽക്കുന്ന പണത്തിന്റെ പകുതി കട്ടിങ് എനിക്ക്, അതാണ് ഡീൽ. ആ ഡീൽ അല്ലെങ്കിൽ ഞാൻ പിണങ്ങി ഇറങ്ങിപ്പോകും. ശരി, ആരാണ് നമ്മുടെ സെല്ലർ എന്നവൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു ഇന്റർനാഷണൽ ബിസിനസ്മാൻ വരുന്നുണ്ട്. അയാൾക്കാണ് ഇവർ ഇത് വിൽക്കാൻ പോകുന്നത്. പക്ഷേ ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ കൂടെ തന്നെ ഒരു ലേഡിയും വരുന്നു. ഈ ലേഡി ശരിക്കും മറ്റേ തലവന്റെ PA ആണ്. ഈ ബിസിനസ്മാൻ പറയും, ഇത് മിസ് യൂൺ, എനിക്കിങ്ങനെയുള്ള
ആന്റിക് കളക്ഷൻസ് വാങ്ങിക്കാൻ നേരം ഇവരാണ് എന്നെ സഹായിക്കുക. കാരണം അതിൽ എക്സ്പേർട്ട് ഇവരാണ്. അപ്പൊ യൂൺ പറയും, ഞങ്ങൾ തമ്മിൽ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല, ഞങ്ങൾ തമ്മിൽ ഓൾറെഡി അറിയാം, നല്ല പരിചയമുള്ള ആൾക്കാരാണ് അല്ലേ മിസ്റ്റർ ജു. അവൻ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവൾ ആന്റിക്ക് പ്രതിമ ചെക്ക് ചെയ്ത് നോക്കുന്നു. കുറച്ചു നേരം ചെക്ക് ചെയ്തിട്ട് പറയും, ഇത് ഒറിജിനൽ അല്ല, ഫേക്ക് ആണെന്ന്. അതാകെ പണി പാളിയ അവസ്ഥയാണല്ലോ. ഇവൻ ശരിക്കും ഫേക്ക് ആണോ കൊണ്ടുവന്ന്? ഹീറോയുടെ മുഖം അത്ര പ്രസരിപ്പല്ല. ആ കച്ചവടക്കാര് ജൂനിയും ചീത്ത പറഞ്ഞ് ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് സെക്രട്ടറി ജുവോട്, അതായത് ലീഡറോട്, നമ്മുടെ തലവന് മിസ്റ്റർ ജിന്നിന് ഈ പ്രതിമയുടെ ആവശ്യമുണ്ട് എന്ന കാര്യം നിനക്കറിയാം, എന്നിട്ട് നിനക്ക് എത്ര ധൈര്യമുണ്ട് ഇത് മറ്റൊരാൾക്ക് വിൽക്കാൻ ശ്രമിക്കാൻ? ഉടനെ ജു പറയും, ഇത് അങ്ങേരെ ആഗ്രഹിച്ച സാധനമല്ല, ഇത് വേറെയാണ്. അപ്പൊ ബാക്കിൽ നിന്ന് ഹീറോ, ഇല്ലല്ല ഇത് അതന്നെയാണ്, സെയിം സാധനമാണ്, ഞാൻ അടിച്ചെടുത്താണ്. അപ്പൊ ജു, അപ്പൊ എനിക്ക് തെറ്റുപറ്റിയതാ, ഞാൻ കൺഫ്യൂസായി, ഞാനിത് വേറെയാണെന്ന് വിചാരിച്ചു. ഉടനെ സെക്രട്ടറി ഹീറോയോട് ചോദിക്കും, നീ നിന്റെ പ്രതിമ എനിക്ക് വിൽക്കുന്നോ? ഞാനുമായിട്ട് ബിസിനസ് ചെയ്യാൻ തയ്യാറാണോ? ഇവൻ ചോദിക്കും, നിങ്ങളല്ലേ പറഞ്ഞ ഫേക്ക് ആണെന്ന്. അതിനവള്, നമ്മുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ, അതാണ് ഞാൻ ചെയ്തത്. ഉടനെ ഹീറോ ചിരിക്കാൻ തുടങ്ങും. നിങ്ങൾ ആള് കൂളാണല്ലോ, സുന്ദരിയും കൂടിയാണ്, ബ്രേവ് ഗേൾ. സോ ഇവളത് ഫേക്ക് ആണെന്ന് പറഞ്ഞത് അവർ വാങ്ങിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹീറോ, ഞാൻ സാധനം തരാം, പക്ഷെ ഓൺ സ്പോട്ടിൽ നിങ്ങൾ പണം തരണം, അത്രയേ ഉള്ളൂ. ആരുമായിട്ടും ഡീലിന് ഞാൻ തയ്യാറാണ്. ഇവള് കാർഡ് കൊടുക്കുന്നു. ഉടനെ ഹീറോ, ഞാൻ നിങ്ങളെ വിളിക്കണമെന്ന് ചോദിക്കും. അവള്, അതെ, ഞാൻ സുന്ദരിയാണെന്ന് നീയല്ല പറഞ്ഞ്, ഈ സുന്ദരിയെ നിനക്ക് ഒന്നുകൂടി കാണാൻ താല്പര്യമില്ലേ? ഹീറോ പുഞ്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ജുവോട് അവള് പറയും, ഇത്തവണ ഞാൻ തന്നെ വെറുതെ വിടുന്നു, ഇനി ലൈൻ ക്രോസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മിരട്ടിയിട്ട് പോവാണ്. നമ്മുടെ പെണ്ണ് സുന്ദരി വില്ലത്തിയുടെ തൊഴിലെന്താന്ന് വെച്ചാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ആന്റിക് കളക്ഷൻസ് ലോകത്ത് തന്നെ വലിയ വലിയ പണക്കാരായിട്ടുള്ള ക്ലയൻസിന് വിൽക്കുക, അവരുടെ കയ്യിൽ നിന്ന് നിറച്ചും പണം കളക്ട് ചെയ്യുക. 35 വയസ്സ്, ബാച്ചിലർ ഫ്രം ALMA PhD, ആർട്ട് ഹിസ്റ്ററി ഹാർവേഡ് യൂണിവേഴ്സിറ്റി, ഫ്ലുവൻ്റ് ഇംഗ്ലീഷ്, ജാപ്പനീസ്, ചൈനീസ്, ഒസോങ് മ്യൂസിയത്തിന്റെ ഹെഡും കൂടിയാണ് അവള്. ഇതെല്ലാം നമ്മുടെ അനിയത്തിക്കുട്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒസോങ് മ്യൂസിയം ഡേസോങ് എന്ന് പറഞ്ഞ ഒരാളുടേതാണ് പേപ്പറിൽ, പക്ഷേ യഥാർത്ഥ ഓണർ നമ്മുടെ തലവൻ ജിൻസാങ് ആണ്, സ്കൈ ഹോട്ടൽ ഗ്രൂപ്പിന്റെ MD. അയാൾ ആന്റിക് കളക്ഷൻസ് വാങ്ങിച്ചു വയ്ക്കും. കുറെ നാൾ കഴിഞ്ഞ് ഈ പെൺ മുഖാന്തരം അത് വളരെ വൃത്തിയായിട്ട് സെയിൽ ചെയ്ത് കോടികൾ നേടും. നമ്മുടെ അനിയത്തിക്കുട്ടി പറയും, ഞാൻ തെറ്റായ കുടുംബത്തിൽ ജനിച്ചുപോയി, ഇവിടെ ചെതല് പിടിച്ച ആക്രി സാധനങ്ങൾ തുടച്ച് എൻ്റെ ജീവിതം തീർന്നു. അത് കേട്ടുടനെ അപ്പൻ, മോളെ, ആക്രി ഒരു നിധിയായിട്ട് മാറാൻ അധിക സമയമൊന്നും വേണ്ട, കാലമാണ് ആക്രികളെ നിധിയാക്കുന്നത്, കാത്തിരിക്ക്, ഏതാണ് നിധിയെന്ന് നിനക്ക് അപ്പം മനസ്സിലാക്കും. ഉടനെ ഈ പെൺകുട്ടി പറയാണ്, ആ വലിയ തലവൻ അയാൾ ഈ റോബറിക്കാരുടെ കയ്യിൽ നിന്നും അവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റുന്ന ആന്റിക് കളക്ഷൻസ് എവിടെയായിരിക്കും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവുക, എവിടെയായിരിക്കും ഒളിച്ചു വെച്ചിട്ടുണ്ടാവുക, എനിക്ക് അതറിയാനൊരു താല്പര്യമുണ്ട്. നിങ്ങളിത് കണ്ടോന്നും പറഞ്ഞ് ഇവള് ടാബ് കാണിച്ചു കൊടുക്കും. ടാബില് ഇവരെ പ്രതിമയ്ക്കകത്ത് ഇവളൊരു GPS സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിമയിലൊരു ഡാമേജ് ഉണ്ടാക്കിയില്ല, അവള് ഒരു ഹോൾ അടിച്ചില്ലേ. അങ്ങനെയാവുമ്പോൾ അതിന്റെ സെയിൽ വാല്യൂ കുറയും. എന്ത് പണിയാടി നീ കാണിച്ചു വെച്ചിരിക്കണേന്നും പറഞ്ഞ് ഇവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ നല്ലൊരു ഓട്ട തുളച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മോളെ തല്ലാൻ ഓടുകയാണ്. പക്ഷെ ഹീറോയ്ക്ക് സന്തോഷമായി, അവന് പുതിയ എന്തൊക്കെയോ ചിന്തകൾ വരുന്നു. ഓക്കെ, അത് നമുക്ക് വഴിയെ കാണാം. പിറ്റേന്ന് നമ്മുടെ മ്യൂസിയത്തിന്റെ ഹെഡായ സെക്രട്ടറി അവിടെ വന്നിരിക്കുന്ന സ്റ്റുഡൻസിനോട് ആന്റിക് കളക്ഷനെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരുപാട് വാല്യൂ ഉള്ള ആഭരണങ്ങളും അസറ്റുകളും ജപ്പാൻകാർ അടിച്ചുകൊണ്ട് പോയി രാജഭരണകാലത്ത്. ഇവര് അതെല്ലാം തിരിച്ചു ചോദിച്ചിട്ട് പലതവണ അപ്ലിക്കേഷനൊക്കെ കൊടുത്താണ്, പക്ഷെ ജപ്പാൻ നിരസിച്ചു. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇംഗ്ലീഷുകാരൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ടില്ലേ, അതേപോലെ. ഉടനെ മോളിൽ നിന്ന് ഒരു ചെറുക്കൻ ചോദിക്കുകയാണ്, മാഡം ഇതിൻ്റെയൊക്കെ വില എത്ര കാണും? ഓരോന്നിനും ഓരോ വില കാണുമല്ലോ, വിറ്റ എത്ര കിട്ടുമെന്ന്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണത്. സെക്രട്ടറി പറയും, ഞാനതിൻ്റെ മതിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, വിലയെപ്പറ്റി സംസാരിക്കാനല്ല, അതെനിക്കറിയില്ല. ഇനിയിപ്പോൾ അതറിയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റായിട്ട് സംസാരിക്കാം. അങ്ങനെ ഹീറോയിനെയും കാറിൽ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോവാണ്. നീ എത്ര കാലമായി ഈ തൊഴിൽ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇതന്നെയാണ് തൊഴിൽ, എനിക്കൊരു നല്ല വീട് വാങ്ങിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്, അതോടുകൂടി ഈ തൊഴിൽ നിർത്തും. ഇപ്പം ഈ സാധനം വിറ്റിട്ട് ഞാനൊരു വീട് വാങ്ങിക്കാൻ പോവാം. നിനക്ക് ഈ സ്കില്ല് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയാതെ നാച്ചുറലായിട്ട് വന്നാണ്. ഒരുപാട് സീക്രട്സ് ഉണ്ടല്ലോ, അതിനവൻ ഒരുപാട് വേദനകളും ഉണ്ടെന്ന് പറയും. കാർ നേരെ വലിയൊരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നു. ആ ഹോട്ടലിനകത്ത് കാസിനോ ഉണ്ട്, വലിയൊരു കാസിനോ. ചൂത് കളിച്ച് പണം കളയാം. ഇവരവിടെ വെച്ച് $2 ലക്ഷം ചിപ്സ് ഹീറോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഈ ചിപ്സ് കൊടുത്താൽ കാസിനോന്ന് പണം വാങ്ങിക്കാം. സോ സ്പോട്ടിൽ പണം കിട്ടി, ഇനി സാധനം കൈമാറണം. ഹീറോ ഐറ്റം കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് കാസിനോയിൽ വെച്ച് നമ്മളിത് കൈമാറണേന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, കള്ളപ്പണം കൈമാറാൻ കാസിനോ ആണ് സേഫസ്റ്റ് വേ. നിനക്കതിനെക്കുറിച്ച് അറിയില്ല, നീ കുഞ്ഞാണ്, പണം വാങ്ങിച്ചിട്ട് പോയി സന്തോഷത്തോടെ ജീവിക്കുക. ഇവനുടനെ, എനിക്ക് നിങ്ങളുടെ അത്രയൊന്നും കാര്യം അറിയില്ലേ, അറിയുകയും വേണ്ട, കിട്ടിയത് മതിയെന്നും പറഞ്ഞ് ഇവൻ ആ സാധനം ചിപ്സ് വാങ്ങിയിട്ട് അത് പണമാക്കി മാറ്റില്ല,
നേരെ കാസിനോയിൽ കൊണ്ടുപോയി ആ $2,00,000 ബെറ്റിങ്ങിന് വേണ്ടി വെച്ച് കിട്ടുന്നു. ചോപ്പിൽ വെച്ചിട്ട് കളി ആരംഭിക്കാൻ പറയും. എല്ലാവരും ഷോക്കാവുന്നുണ്ട്. എന്നാലും കളിച്ചല്ല തീരൂ. കളി തുടങ്ങുന്നു. ഈ സാധനം ഉരുണ്ടുരുണ്ട് ബ്ലാക്കിലാണ് ചെന്ന് വീഴുന്നത്, റെഡിലല്ല. സോ ഇവന് കിട്ടിയ $2,00,000 ബെറ്റിംഗ് മണിയിൽ പോവാണ്. കിട്ടിയ പണം അവൻ കളഞ്ഞു. എന്നിട്ട് അവൻ ഹീറോയിനോട് പറയും, എന്തായാലും ആ പണം കൊണ്ട് ഒരു വീട് വാങ്ങിക്കാൻ പറ്റില്ല, അതാ ഞാൻ കളിച്ചു കളഞ്ഞ്. എനിക്ക് വീട്ടിൽ പോകാൻ പൈസയില്ല, ഒരു ഓട്ടോ വിളിച്ചു തരുമോ, ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ ചിരിച്ചിട്ട്, വായോ നമുക്ക് ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയി വിടാന്ന് പറയും. സംഭവം ഹീറോയുടെ മനസ്സിലൊരു പ്ലാനുണ്ട്. അതെന്താണെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. നിനക്ക് വീട് വാങ്ങിക്കാനല്ല ആഗ്രഹം, കുറെ പണം ഉണ്ടാക്കണം. എന്തുകൊണ്ട് എന്നോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്തൂടാ? നീ സപ്ലൈ ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും ഞങ്ങൾ പണം തരാം, ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്താൽ മതി. അപ്പൊ ഹീറോ ചോദിക്കും, എന്താണെങ്കിലും വാങ്ങിക്കോ, നമ്മുടെ ഡെമോവും അങ്ങനെ എന്തോ ഒരു സാധനം പറയുന്നുണ്ട്, അതാണെങ്കിലും വാങ്ങിക്കോ, നീ കൊണ്ടുപോയോ, ഞങ്ങൾ വാങ്ങിച്ചോളാം. അപ്പൊ ഹീറോ ചിരിച്ചിട്ട്, അതെന്താ എന്നെ അത്ര വിശ്വാസമായോ, അതോ എന്നെ ഇഷ്ടപ്പെട്ടോ, എന്നോട് ക്രഷാണോ? അവൾ നീ തയ്യാറാണോ എന്ന് ചോദിക്കും. വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവണം, അതാണ് യഥാർത്ഥ സ്നേഹം. ഞാൻ തയ്യാറാണെന്ന് പറയാവൻ. അവൾ ചിരിച്ചിട്ട് അവളൊരു സിപ്പ് കുടിക്കുന്നു. എന്നിട്ട് ഇവനൊരു കാറിന്റെ കീ കൊടുക്കും. നീ തന്നെ ഓടിച്ചിട്ട് പൊക്കോളാൻ പറയും. ഇവൻ നോക്കുമ്പോൾ ഒരു സ്പോർട്സ് കാർ. നിനക്ക് വേണ്ട ജോലി, നീ ചെയ്യേണ്ട ജോലി ആ കാറിനകത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസ് ഉണ്ടാവും കാറിനകത്ത്. അതൊരു ടോംബാണ്, കൊറിയോൺ ടോം മൂറൽസ്, ശവകുടീരം. അതിനകത്ത് നിന്ന് പഴയ കൽച്ചുവർ ചിത്രങ്ങൾ, അതാണ് ഇവൻ അടിച്ചു മാറ്റേണ്ടത്. ഫോൺ എടുത്ത ആള് പറയും, അതെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഈ കൊള്ള രസകരമായിരിക്കും. ഞാൻ ഈ കാറിന് എന്താ ചെയ്യേണ്ടത്, എവിടെയാ നിർത്തേണ്ടത്? അതിന് ഹീറോയും പറയും, അത് നിനക്ക് വേണ്ടിയുള്ള എൻ്റെ ഗിഫ്റ്റാ, ഇഷ്ടായോ? ഇവനുടനെ ചാവി വലിച്ചെറിഞ്ഞിട്ട്, എനിക്കിത് ഇഷ്ടമായില്ല, ഇതിന്റെ കളർ ഇഷ്ടമായില്ല, ഞാൻ നടന്ന് വീട്ടിൽ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ $2,00,000 കളഞ്ഞല്ലേ ഉള്ളൂ, അതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ നടന്നു പൊക്കോളാന്നും പറഞ്ഞ് ഇവൻ ആ കാർ, സ്പോർട്സ് കാർ അവിടെ തന്നെ ഇട്ട് ഇറങ്ങിപ്പോവുക. സംഭവം അവരുടെ ട്രാപ്പിൽ ഇവൻ പെടുന്നേയില്ല. ഇവന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഐഡിയകളാണ്, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൾക്ക് സ്പെഷ്യലായിട്ട് അവനോട് ഇഷ്ടവും തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഒരു വിശറി വ്യാപാരിയെ കാണിക്കുന്നു. ഇയാൾ ടൂറിസ്റ്റുകൾക്ക് പഴയ കണ്ടുപിടുത്ത വിശറിയാണ്, ഹാൻഡ് മെയ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് $1,000 സാധനം വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ വാങ്ങിക്കില്ല, $50 തരാമെന്നും പറഞ്ഞ് ഇവനെ ചീത്തയും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. ഇയാളെ നമ്മുടെ അനിയത്തിക്കുട്ടിയും ഹീറോയും വന്ന് കാണുന്നു. നിങ്ങളല്ലേ പഴയ ഡോക്ടർ ഇന്ത്യാന ജോൺസ്, കൽവെട്ടുകളെ കണ്ടുപിടിക്കുന്നതിൽ വീരുതൻ, എന്നിട്ട് ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കൂടെ പോരുന്നു, നിങ്ങൾക്ക് പറ്റിയ തൊഴിൽ ഞങ്ങൾ തരാം. അയാൾ പറയും, ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി, ഇപ്പൊ കച്ചവടം ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കുകയാണ്, സമാധാനപരമായിട്ട്, എന്നെ ശല്യം ചെയ്യലേ, പൊക്കോടുന്നു. ഇവരാ ടോംബ് കാണിച്ചിട്ട്, ഇതെവിടെയാന്ന് നിങ്ങൾക്കറിയോ, ഈ ചുവർ ചിത്രം എടുക്കാൻ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ? അതിന് എക്സ്പേർട്ട് നിങ്ങളല്ലേ. പുള്ളിക്കാരൻ പറയും, എനിക്കങ്ങനെ ചുവര പൊളിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ഈജിപ്തിലേക്ക് പോയിക്കോളാം, നിങ്ങൾ പോലീസ് വല്ലതും ആണോ? എനിക്ക് താല്പര്യമില്ല, പൊക്കോ, കസ്റ്റമേഴ്സ് വരാൻ സമയമായെന്ന്. ഇവരാണെങ്കിൽ ചുറ്റും നോക്കിയിട്ട് ഒരു കസ്റ്റമറും ഇല്ല. ഇപ്പൊ ടൂറിസ്റ്റുകൾ വരാനുള്ള സമയമല്ല. തെരുവ് കച്ചവടക്കാരൊക്കെ ചോറ് തിന്നാൻ ചോറില്ലാതെ പട്ടിണി കിടന്ന് ചാവണ സമയമാണ്. ആ അവസ്ഥയാവോ ഡോക്ടർ ജോൺസിന്? എല്ലാം പോട്ടെ, എത്ര രൂപ കിട്ടും എന്ന് നിങ്ങൾക്കറിയണോ? ഇവൻ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കാണിക്കും. ഏകദേശം 20 ലക്ഷം രൂപയാണ്. ഉടനെ ദേഷ്യപ്പെട്ട് താഴേക്ക് കുനിഞ്ഞ ഡോക്ടർ ജോൺസ് തൊപ്പിയും വെച്ച് ഇന്ത്യാന ജോൺസ് ആയിട്ട് മാറും. നോ ഡിസ്കൗണ്ട്, ഓക്കെ, ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ റെഡിയാണ്. അങ്ങനെ പുള്ളിക്കാരൻ വരുന്നു. പുള്ളിയാണ് പിന്നെ പ്ലാൻ ഇടുന്നത്. കാരണം ഇങ്ങനെയുള്ള ടോംബെന്നൊക്കെ സംഭവങ്ങൾ പ്രത്യേകമായിട്ട് കട്ട് ചെയ്തെടുക്കാനും അതെവിടെയാണ് കറക്റ്റ് പൊസിഷനൈസ്ഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ഈ ഡോക്ടർക്ക് അറിയാൻ പാടുള്ളൂ. ഇത് നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, ചൈന ഇതെല്ലാം കൂടി ഒന്നിക്കുന്ന ഒരു പ്രത്യേക സ്പോട്ടിലാണുള്ളത്. അപ്പോൾ നമ്മൾ നോർത്ത് കൊറിയയ്ക്ക് പോകണമെന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, പോകാം, അവർ കൊന്നുകളയും, അതുകൊണ്ട് പിൽക്കാലത്ത് നമ്മുടെ രാജ്യങ്ങൾ ഒന്നിച്ചതിന് ശേഷം പോകാം, ഇപ്പം നമുക്ക് ചൈനയ്ക്ക് പോകാം. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ഇവർ ചൈനയെ ചെല്ലുകയാണ്. ചൈനയിൽ ആ മുതലാളിയെ ഏൽപ്പിച്ച ഒരു സഹായം ഉണ്ടാവും, ഇവർക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവും, സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി. ഒരു കോലുമുടിയൻ പുള്ളിക്കാരൻ ഞാൻ നിങ്ങളെ കണ്ടപ്പോഴേ മനസ്സിലാക്കി. പ്രത്യേക മോന്തകൾ കാണുമ്പോൾ അതെങ്ങനെയാണെന്ന് ഡോക്ടർ ജോൺ ചോദിക്കും. ഇങ്ങനൊരു പ്രത്യേക മോന്ത ഈ നാട്ടിലോ മറ്റു നാടുകളിലോ ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഉടനെ ഡോക്ടർ ജോൺ ഹീറോയോട്, എനിക്ക് അവനെ തീരെ ഇഷ്ടമായിട്ടില്ല, എനിക്ക് അവൻ്റെ രൂപവും ഭാവവും ഒട്ടും ഇഷ്ടമായിട്ടില്ല, നമുക്കവനെ വേണ്ടാന്ന് പറയുമ്പോൾ ഹീറോ പറയും, എനിക്ക് നിങ്ങളുടെ രൂപവും ഭാവവും മോന്തയും തന്നെ ഇഷ്ടമായിട്ടില്ല, എന്നിട്ടും നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നില്ലേ, വരൂ പോകാമെന്ന് പറഞ്ഞ് ഇവരൊരു ലൊട്ടവണ്ടി കയറി അങ്ങ് ദൂരെ ചൈന ബോർഡറിലേക്ക് ചെല്ലാണ്. ഈ ബോർഡർ കാവലിന് കുറെ പട്ടാളക്കാരുണ്ട്, ചുറ്റും റോന്ത് ചുറ്റുന്ന പോലീസുകാരുമുണ്ട്. ഈ ടോംബിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു വഴി കണ്ടുപിടിക്കണം. ഇവര് പുല്ലുക്കുപ്പായ ഇട്ടിട്ട് ഒളിച്ചും പാത്തും പോകും. പോലീസ് വരുമ്പോൾ മറിഞ്ഞിരിപ്പുണ്ട്. എൻട്രി ചെയ്യാനുള്ള വഴി എവിടെയാണോ ഡെഡ് ബോഡികൾ കുഴിച്ചിട്ടുണ്ടാവുക ആ ഭാഗത്താണ്. ഹീറോ മണ്ണ് കുറെ തിന്നു നോക്കിയിട്ട് ബോഡിയുടെ ടേസ്റ്റ് ഇവിടെ ഉണ്ട്, ഈ ഭാഗത്തായിരിക്കും എന്ന് പറഞ്ഞ് അവർ ആ ഭാഗത്ത് കുഴിച്ച് ഈ പ്രത്യേക ടോംബിന്റെ എൻട്രൻസ് ഒന്നുമില്ല, കല്ലിടിച്ച് പൊളിച്ച് അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം വലിയൊരു ഹാള്. ഈ ഹാളിലാണ്
ചുവർചിത്രമുള്ളത്. ആ ചുവർചിത്രമാണ് ഇവർ കട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ ഡോക്ടർ എന്നെ മുൻകൈയെടുത്ത് പ്രത്യേക രീതിയിൽ അളക്ക് മുറിക്കും, കെമിക്കൽസ് യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഈ ചുവർചിത്രം ഓരോ പീസായിട്ട് എടുത്ത് പെട്ടിയിലാക്കും. അങ്ങനെ സെറ്റായപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ഈ കൂടെ വന്ന സഹായി കോലഞ്ചൊറിയൻ അവനുടനെ തോക്കെടുത്ത് നീട്ടും. ഇവൻ ആളെ പറ്റിക്കാണ് കളിത്തോക്കാന്ന് പറയുമ്പോൾ അവൻ പൊട്ടിക്കുന്നുണ്ട് ഒറിജിനൽ തോക്ക്. നീ എന്താടാ ഇപ്പൊ കൂറുമാറിയത്? നിനക്കെന്താ വേണ്ടത്? ആരാണ് ഇതിന് പിന്നിൽ? അത് അറിയാതിരിക്കുന്നതാണ് നീ നല്ലതെന്നും പറഞ്ഞ് ഇവൻ കാഞ്ചി വലിക്കാൻ നിൽക്കുമ്പോൾ ഹീറോ ഒരു മിനിറ്റ് എനിക്ക് ഒരുപാട് പ്രായക്കുറവാണ്, ഇയാളാണ് പ്രായം കൂടുതൽ കുറേ കാലം ജീവിച്ചത്. അപ്പം ആദ്യം അയാളെ വെടിവെക്കി, അയാൾ ചാവട്ടെ, ഒരു 2 സെക്കൻഡെങ്കിലും ഞാൻ അധികം ജീവിച്ചിരിക്കില്ലേ. പോരാത്തതിന് നിന്റെ മോന്ത തീരെ ഇഷ്ടമല്ല, നീ ചൈനക്കാരനാണ്, ചൈനക്കാരൻ്റെ മോന്ത ചെളിങ്ങിയിരിക്കുകയാണെന്ന് ഇയാൾ കളിയാക്കുകയും ചെയ്തു. ഉടനെ ഡോക്ടർ പറയും, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഡെയിലി നൂഡിൽസ് തിന്നുന്നവനാ, എനിക്ക് ചൈനീസ് പീപ്പിളിന് ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുടെ പ്രാർത്ഥന പോലും എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു 2 കൈയും മടക്കി തലേ വയ്ക്കും. ഇല്ല ഇയാൾ പറഞ്ഞു, ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇവന്മാർ 2 പേരും തമ്മിൽ പൊരിഞ്ഞ് വഴക്കാവുമ്പോൾ മറ്റവനാകെ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക കൺഫ്യൂഷനിൽ നിൽക്കവേ ഡോക്ടർ ജോൺ കൈ കാണിക്കും. അരേന്ന് സാധനം എടുക്കടാന്ന് പറയും. അരയിലൊരു ടൂൾസ് ഉണ്ട്, അതെടുത്ത് ഇവർ ചൈനക്കാരൻ്റെ കയ്യിലേക്ക് വലിച്ചെറിയും. തോക്ക് തെറിച്ചുപോയി. എന്നിട്ട് രക്ഷപ്പെട്ടോന്ന് നോക്കിയാൽ ചൈനക്കാരന്മാർ നൂഡിൽസ് മാത്രമല്ലല്ലോ, നല്ല ഫൈറ്റേഴ്സും കൂടി ആയിരിക്കുമല്ലോ. പൊരിഞ്ഞാട്ടി, 2 എണ്ണത്തിനും പൊരിഞ്ഞാട്ടിയായിരിക്കും. അവസാനം കട്ട് ചെയ്ത് ഇരുട്ടത്ത് ഇവൻ ഷവലെടുത്ത ചൈനക്കാരൻ്റെ മണ്ടയ്ക്കടിച്ചിട്ടാണ് ഇവർ രക്ഷപ്പെടുന്നത്. അപ്പണ്ട് ചൈനീസിൻ്റെ മൊബൈലിലേക്ക് ആരോ വിളിക്കുന്നു. ഇവൻ ഫോൺ എടുക്കവേ, സാധനം കിട്ടിയോ മിസ്റ്റർ ജിൻ, അതായത് മുതലാളി തലവൻ മുതലാളി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അവരെ തീർത്തോ എന്നൊരാൾ ചോദിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് മനസ്സിലായി ഇതിന് പിന്നിൽ ആ തലവനും ടീമും തന്നെയാണെന്ന്. എന്തായാലും അവന്മാരെ നേരിട്ടൊന്ന് കാണണം, ആ തലവനെ ഒന്ന് നേരിട്ട് കാണണം. അങ്ങനെ പോയത് ഫ്ലൈറ്റിലാണെങ്കിലും തിരിച്ചു വരുന്നത് കണ്ടെയ്നറിലാവുമ്പോൾ കടത്താൻ എളുപ്പമല്ലേ. അങ്ങനെ ഇവർ വന്ന് ഇറങ്ങുന്നു. അവിടെ നമ്മുടെ ലേഡീസും ഉണ്ട്, ആ അടിക്കാരൻ ജൂവും ഉണ്ട്. എനിക്ക് കുരയ്ക്കുന്ന പട്ടികളെ കാണണ്ട, പട്ടികളുടെയൊക്കെ ഓണറെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഈ സാധനം ഞാൻ പൊട്ടിച്ചു കളയും, നിങ്ങളുടെ ഓണറെ വിളിയിടാന്നും പറഞ്ഞ് ഇവർ 2 പേരെയും തള്ളി മാറ്റി മുന്നിലേക്ക് നടക്കും. അവിടെ ഒരു റിച്ച് കാർ നിർത്തിയിരിപ്പുണ്ട്, അതിനകത്താണ് ഓണർ ഇരിക്കുന്നത്. അയാൾ ഇറങ്ങി വരുന്നു. സാധനം കണ്ടിട്ട്, നിന്റെ കഴിവിനെ ഞാൻ പ്രശംസിക്കുന്നു, നിന്റെ പേയ്മെൻറ്റ് ഇപ്പം തന്നെ എൻ്റെ സെക്രട്ടറി നിന്നെ ഏൽപ്പിക്കും. ഹീറോ പറയും, എനിക്ക് സ്പോട്ടിൽ തന്നെ പണം വേണം, അല്ലെങ്കിൽ പറഞ്ഞു വിട്ട് പുറകെ കുത്തുന്ന ജാതികളാണ് നിങ്ങൾ. ശരി, ഇത്തവണ ഞാൻ വിട്ടേക്കാം, അടുത്ത ഡീലിൽ വിശ്വാസത്തോടെ പെരുമാറുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ സഹായിക്കുള്ളൂ, ഓക്കെ അല്ലേ എന്നും പറഞ്ഞ് ഹീറോ കൈ കൊടുക്കുന്നു. അയാളും കൈ കൊടുക്കുന്നു. ഈ കൈ കൊടുക്കവെയാണ് ഓണറുടെ കയ്യിലെ തഴമ്പ് ഹീറോ കാണുന്നു. അവന് പഴയ ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും, അവൻ്റെ കുട്ടിക്കാലം. ഹീറോയുടെ അച്ഛൻ ഒരു കുഴിമാടക്കൊള്ളക്കാരനായിരുന്നു, ചെറിയൊരു കുഴിമാടക്കൊള്ളക്കാരൻ. ഇവരൊരു കുഴിയൊക്കെ തോണ്ടി അച്ഛൻ മോനോട് പറയും, മോനത് ചെയ്യാൻ പറ്റുമോ, എടുത്തോണ്ട് വരാൻ പറ്റുമോ? മോൻ അതേന്ന് പറഞ്ഞിട്ട് ടോർച്ചും എടുത്ത് ചെറിയൊരു ഹോളിൽ കൂടെ ചെല്ലുന്നു. ഒരു കുഞ്ഞിനെ ചെല്ലാൻ പറ്റുള്ളൂ ആ ഹോളിൽ കൂടെ. ചെന്നിട്ട് ഇവനൊരു പോട്ട് എടുത്തോണ്ട് വരും. ആ പോട്ടാണ് ആൻറ്റിക് സാധനം. ഇതെടുത്തോണ്ട് വരുമ്പോൾ അച്ഛനെ കാണുന്നില്ല. ഈ കുഴിക്കാൻ വന്ന മുതലാളിയേ ഉള്ളൂ അവിടെ. കുഞ്ഞ് ചോദിക്കും, എൻ്റെ അച്ഛനെവിടെയാ, അപ്പ എവിടെയെന്ന്. ആ മുതലാളി അതെൻ്റെ കയ്യിലേക്ക് തായോ, ഞാൻ അപ്പനെ തരാമെന്ന് പറയും. ആ മുതലാളിയുടെ കയ്യിൽ തീ കൊണ്ട് പഴുത്തതിൻ്റെ തഴമ്പുണ്ട്. പോട്ട് വാങ്ങിച്ച ഉടനെ മുതലാളി അയാളെ കൊന്നിട്ട അച്ഛൻ്റെ ബോഡി എടുത്ത് കുഴിയിലേക്കിടും. കുഞ്ഞ് കരയാണ്, അപ്പ എന്ന് പറഞ്ഞ്. അപ്പം ഈ മുതലാളി ഒരു ചോക്കോ പൈ എടുത്ത് കുഴിയിലേക്ക് ഇട്ടിട്ട്, മോന് ചോക്കോ പൈ ഇഷ്ടല്ലേ, കഴിച്ചോളൂ. അപ്പനും മോനും കഴിച്ചിട്ട് കിടന്നോ, 2 പേരും പേടിക്കണ്ട, ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ആ കുഴിയിൽ മണ്ണിട്ട് മൂടാൻ തുടങ്ങും. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ ക്രൂരനായ മുതലാളി കൊള്ളക്കാരനെ ഹീറോ കണ്ടുമുട്ടുന്നു. നൈസ് ടു മീറ്റ് യു സാർ എന്നവൻ പറയും. സോ ഈ മണ്ണിട്ട് മൂടിയ കുഴിയിൽ നിന്ന് ഹീറോയെ രക്ഷപ്പെടുത്തിയതാണ് ഇപ്പോഴത്തെ ഹീറോയുടെ ഡാഡി. അങ്ങനെ ഡാഡിയും മോനും മോളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ചെത്ത് കാറിൽ ഡോക്ടർ ജോൺസ് വന്നിറങ്ങുന്നത്. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണോ? ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതല്ലേ? യു പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ, ഐ ലിവ് ഇൻ ദ പ്രസൻറ്റ്. നിങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല? ഉടനെ അപ്പൻ ചോദിക്കും, നീ മൊത്തം പൈസയ്ക്കും വണ്ടി വാങ്ങിച്ചോടാ, ഇതിന് എണ്ണ അടിക്കാനോ ഇൻഷുറൻസ് ചെയ്യാനോ നിൻ്റെ കയ്യിൽ പണമുണ്ടോ? അപ്പോൾ അവൻ വിഷമത്തോടെ ഇരുന്നിട്ട്, അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന്, അടുത്ത പണിയൊന്നുമില്ല, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നു? അപ്പോൾ ഹീറോ പറയും, ഒരു പണിയുണ്ട്, സെല്യോങ്, ഖന്നം സെല്യോങ്, സിറ്റിക്ക് ഒത്ത നടുക്കെ, സോൾ നഗരത്തിന് ഒത്ത നടുക്കെ ഒരു ടോംബുണ്ട്. അതിനകത്തുനിന്ന് എന്തോ ഒരു സാധനമാണ് ഹീറോ കൊള്ളയടിക്കാൻ പോകുന്നത്. കട്ട് ചെയ്ത ഹീറോയും ചോദിക്കുകയാണ്, ആ ടോംബ് 15-ാം നൂറ്റാണ്ടിൽ തന്നെ ജാപ്പനീസുകാർ തോണ്ടി നോക്കിയതാണ്. അതൊരു എംപ്റ്റി ടോംബായിരുന്നു, ബോഡി പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതൊരു റോയൽ ടോംബായതുകൊണ്ട് ഇന്നും കൊറിയക്കാരതിനെ സംരക്ഷിച്ചു പോരുന്നു, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഹീറോ പറയും, അവർ തോണ്ടുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ആ രാജാവ് അതിവിദഗ്ധനായിരുന്നു, ആരുടെയും കണ്ണിൽ പെടാത്ത രീതിയിൽ. അദ്ദേഹത്തിൻ്റെ റോയൽ സ്വാഡ്, വാള്, രാജവാള് അതിനകത്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കേട്ട് തലവൻ, ആ സോഡൊക്കെ ഏതോ കാലത്തന്നെ നശിപ്പിക്കപ്പെട്ടു, അങ്ങനെയാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. ഏതോ ഗൊറിയോ കിങ്ങിനെയും കണ്ട് കൊന്നു കഴിഞ്ഞിട്ട് ആ സോഡ് നശിപ്പിച്ചു. അത് കഴിഞ്ഞ് അയാളുടെ മകനായ രാജാവ് 2ാമതൊരു സോഡ് ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെയാണ് ഹിസ്റ്ററി പറയുന്നത്. നീ പറയുന്ന പോലെ ആ രാജാവിൻ്റെ പഴയ വാൾ ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ അതിന് വല്ല പ്രൂഫും വേണ്ടേ? ചുമ്മാ എന്ന് പറഞ്ഞിട്ട് തോണ്ടാൻ പറ്റുമോ?
ഉടനെ ഹീറോ പ്രൂഫ് ഇല്ലാതെ ഞാൻ വരുമോ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് ഒരു പഴയകാല എഴുത്ത് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ എഴുത്ത് പഴയകാല എഴുത്താണോ, ആ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഒരു ഡോക്ടർ, ഇവരുടെ തന്നെ ഒരു ഡോക്ടറുണ്ട്, തലവന്റെ ഡോക്ടർ. അയാൾ വന്നത് പരിശോധിച്ചിട്ട് പറയും, അതെ ഇത് കിങ് സോഞ്ചോന്റെ കൈപ്പട എഴുതിയ പഴയകാല ചരിത്ര റെക്കോർഡാണ്, സത്യമാണ്. റോയൽ സോഡ് ആ ടോംബിനകത്താണുള്ളത്, അത് ഹിസ്റ്ററി ബുക്കുകളിൽ എഴുതപ്പെട്ടിട്ടില്ല. സോ സംഭവം തെളിഞ്ഞു, സോഡുണ്ട്, ഞാനത് എടുത്തുതരാം. ഹീറോ പറയും, പക്ഷേ പണ്ടെങ്ങാണ്ട് ഞാനിങ്ങനെ ഒരു പ്രധാനപ്പെട്ട സാധനം കൊടുത്തിട്ട് അത് സൂക്ഷിക്കാൻ അറിയാത്തൊരു മണ്ടൻ തന്റെ മരവീട്ടിൽ സൂക്ഷിച്ചിട്ട് വീട് കത്തിയപ്പോൾ ആ സാധനവും കത്തിപ്പോയി. അതുകൊണ്ട് ഇങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്ക് കൊടുക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ കപ്പാസിറ്റി ഉള്ള ആൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ട തലവൻ എഴുന്നേൽക്കെന്നും പറഞ്ഞ് ഹീറോയെ വിളിച്ച് ഒരു വൈൻ ബോട്ടിൽ കളക്ഷൻ മുറിയിലേക്ക് കൊണ്ടുവരുന്നു. ആ മുറിയിലെ സ്വിച്ച് അമർത്തുമ്പോഴേക്കും ആ മുറി തന്നെ ഒരു ലിഫ്റ്റായി താഴേക്ക് ചെല്ലുന്നു. അത് ചെല്ലുന്നത് വോൾട്ടിലേക്കാണ്, ഇവരുടെ പ്രത്യേക വോൾട്ട്. സെക്യൂരിറ്റി പ്രസ്സൊക്കെ നടത്തിക്കഴിഞ്ഞ് തുറന്ന് കാണിക്കുമ്പോൾ ഇയാൾ അടിച്ചു മാറ്റിയ എല്ലാ സംഭവങ്ങളും ആ വോൾട്ടിനകത്തുണ്ട്.